ഒരൊറ്റ സെക്കൻഡ് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. റിമാൻഡ് റിപ്പോർട്ട് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പ്രതി രാജീവ് തന്ത്രി കണ്ഠരര് രാജീവരുടെ കട്ടിളപ്പാളികളും അനുബന്ധ പാളികളും ആചാര ലംഘനം നടത്തി ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകുന്നതിന് ഒന്നാം പ്രതിക്ക് ഒത്താശ ചെയ്ത് മൗനാനുവാദം നൽകി ഗൂഢാലോചനയിൽ പങ്കാളിയാവുകയും തദ്വാര 1ഉം 10ഉം പ്രതികൾക്കും മറ്റും അന്യായ ലാഭവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് അന്യായ നഷ്ടവും ഉണ്ടായിട്ടുള്ളതായി വ്യക്തമായി അന്വേഷണത്തിൽ വെളിപ്പെട്ടിട്ടുള്ളതിനാൽ ഈ കേസിലേക്ക് 13ആം പ്രതി തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് അനിവാര്യമാണ്. ഗൂഢാലോചന നടത്തി അയ്യപ്പന്റെ സ്വർണ്ണപ്പാളികൾ ഗൂഢാലോചന നടത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറി എന്നുള്ളതാണ് തന്ത്രിക്കെതിരെ ചാർജ്. തന്ത്രി ആചാരപരമല്ല എന്ന് SIT ആർക്ക് മൊഴി കൊടുത്തു? SIT ആരാ മൊഴി കൊടുത്തേ? തന്ത്രി ആചാരങ്ങൾ പാലിച്ചില്ലെന്ന് മൊഴിയെടുത്തു എന്നുള്ളത് SIT പറയട്ടെ. ആരാണ് തന്ത്രി? ആചാര കാര്യങ്ങളിൽ തന്ത്രി കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ മേൽനോട്ടത്തിലുള്ള അന്വേഷണമാണ് SIT നടത്തുന്നത്. കേരള ഹൈക്കോടതിയുടെ അറിയാം ശബരിമലയിലെ ആചാരം എന്താണെന്ന്. കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ മേൽനോട്ടത്തിലാണ് SIT അന്വേഷിക്കുന്നത്. ശബരിമലയിലെ ആചാരം എന്താണ്? കോടതിയെ ബോധിപ്പിച്ച പോലെ ആര് മൊഴി കൊടുക്കുന്നത്? കോടതിയെ ബോധിപ്പിച്ച പോലെ ആര് മൊഴി കൊടുത്തു? തീർച്ചയായിട്ടും. ഇനി ഒരു കാര്യം അല്ല, ഒരു കാര്യം കൂടെ. നാളെ കോടതി തിരിഞ്ഞ് തന്ത്രിക്കെതിരെ പരാമർശം പറയുകയാണെങ്കിൽ അങ്ങയുടെ ചാനലിലടക്കം വന്നിരുന്ന് ഞങ്ങൾ തന്ത്രിയെ തള്ളിപ്പറയും. ഒരു മടിയില്ല. കണ്ഠരര് രാജീവരും ഞാനും പരസ്യമായി വിയോജിച്ചിട്ടുള്ള വ്യക്തികളാണ്. ശബരിമല യുവതി പ്രവേശന കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചിട്ടുള്ളവരാണ്. പക്ഷേ ഒരു സംശയവുമില്ല, അയ്യപ്പനാണ് വലുത്, തന്ത്രിയല്ല. പക്ഷേ ഒരാളെ പുറകെ നടന്ന് കൊടുക്കരുത്, കള്ളക്കേസിൽ പെടുത്തരുത്. അത് തന്ത്രിയാണെങ്കിലും മന്ത്രിയാണെങ്കിലും കള്ളക്കേസിൽ പെടുത്തരുത്. അതുകൊണ്ട് കണ്ഠരര് രാജീവരോട് വ്യക്തിബന്ധമുള്ളതുകൊണ്ടോ ഇഷ്ടമുള്ളതുകൊണ്ടോ അല്ല പറയുന്നത്. കണ്ഠരര് രാജീവർ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിരപരാധിയാണ് എന്ന് വസ്തുതയാണ്. SITക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് അദ്ദേഹം ഈ കേസിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. രാഹുലിന് ലഭ്യമായ വിവരം ഗൂഢാലോചന ഇല്ലെന്ന് പറഞ്ഞാൽ പറ്റുമോ? SIT എന്ന് പറയുന്ന സംവിധാനം കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ നിതാന്ത നിരീക്ഷണത്തിലാണ്. ഇന്ന് വരെ ദേവസ്വം ബെഞ്ചിന് അന്വേഷണ സംഘത്തെ കുറിച്ച് ഒരു മതിപ്പ് കുറവില്ല. കേരള ഹൈക്കോടതിയുടെ സ്കാനറിൽ, കേരള ഹൈക്കോടതിയുടെ റഡാറിൽ നടക്കുന്ന അന്വേഷണമാണിത്. ആ അന്വേഷണത്തിൽ ഉടനെ പിന്നെ SITക്ക് നിയമം അറിയില്ല, SITക്ക് ആചാരം അറിയില്ല. SITക്ക് എങ്ങനെ ആചാരം അറിയുന്നത്? അല്ല, ആചാരത്തിന്റെ അടിസ്ഥാനത്തിലല്ലോ തന്ത്രി സ്വർണം കടത്തുന്നതിന് ഗൂഢാലോചന നടത്തിയിട്ടല്ലേ അറസ്റ്റ് ചെയ്തത്? സ്വർണം കടത്തിയതിന് ഗൂഢാലോചന, കുറ്റകരമായ ഗൂഢാലോചന തന്ത്രി നടത്തി എന്നാണ് SIT പറയുന്നത്. SIT ആ കാര്യം കോടതിയെ ബോധിപ്പിക്കട്ടെ. സർ, തന്ത്രിക്ക് എങ്ങനെ അറിയാം? അതാണ് പറഞ്ഞത്. ഇനി ഒരു കാര്യം കൂടെ, കോടതി തന്ത്രിക്കെതിരെ പരാമർശം പറയുകയാണെങ്കിൽ ഞങ്ങൾ ആരും തന്ത്രിയെ ന്യായീകരിക്കില്ല, ഡിഫെൻഡ് ചെയ്യില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇതിൽ ഇടപെടണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. കോടതി തന്ത്രിക്കെതിരെ പരാമർശവുമായി വന്നാൽ ഞങ്ങൾ ആരും ന്യായീകരിക്കില്ല. ഇത് ഫ്രിവിലസ് കേസാണ്, കള്ളക്കേസാണ്, കുടുക്കാനുള്ള കേസാണ്. കോടതി നിരീക്ഷണത്തിലാണല്ലോ രാഹുൽ ഈശ്വർ കേസ്. കോടതിയുടെ ഒബ്സർവേഷൻ വരട്ടെ. ജസ്റ്റിസ് രാജാ വിജയരാഘവന്റെയും ജസ്റ്റിസ് ജയകുമാറിന്റെയും ഒബ്സർവേഷൻ വരട്ടെ. ആചാര ലംഘനത്തിന് ആദ്യമായിട്ടാണ് ഇന്ത്യ കേസെടുക്കുന്നത്. ആചാര ലംഘനത്തിന് കേസെടുക്കാൻ എന്തായാലും ഭാരത് ന്യായ സംഹിതയിൽ വകുപ്പൊന്നുമില്ലല്ലോ. ആചാര ലംഘനത്തിനല്ല കേസെടുത്തിരിക്കുന്നത്. എന്തിനാണ് കേസെടുത്തിരിക്കുന്നത്? ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഗൂഢാലോചന നടത്തി ശബരിമലയിലെ അമൂല്യമായ വസ്തുക്കൾ കടത്തിയതിനാണ്. ദേവസ്വം ബോർഡിന് നഷ്ടവും പ്രതികൾക്ക് അന്യായമായ ലാഭവും ഉണ്ടാക്കി കൊടുത്തതിനാണ്. രാഹുൽ ഈശ്വർ തെറ്റിദ്ധരിപ്പിക്കല്ലേ. ആചാര ലംഘനത്തിനല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഗൂഢാലോചന നടത്തി ശബരിമലയിലെ അമൂല്യമായ വസ്തുക്കൾ കടത്തിയതിന് ദേവസ്വം ബോർഡിന് അന്യായ നഷ്ടം ഉണ്ടാക്കിയതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും സംഘത്തിനും അന്യായമായ ലാഭം ഉണ്ടാക്കിയതിന് അതിനാണ് അറസ്റ്റ്. ആചാര ലംഘനത്തിലാണ് അറസ്റ്റ് എന്ന് പറയരുത്. ദേവന്റെ മേടിക്കാതെ അല്ലെങ്കിൽ അനുമതി മേടിക്കാതെ തന്ത്രി ഈ പാളികൾ എടുത്തു കൊടുക്കാൻ നിന്നു എന്നല്ലേ പറയുന്നത്? അങ്ങനെയല്ല. ദേവൻ അനുമതി കൊടുത്തില്ലെന്ന് SITയോട് ആര് പറഞ്ഞു? അയ്യപ്പൻ വന്ന് പറഞ്ഞോ? ആണെങ്കിൽ പോലും എന്തിന് തന്ത്രി ഇതിന് കൂട്ടുനിന്നു? തന്ത്രി എന്തിന് ഇതിന് ഒത്താശ നൽകി? അതാണ് തന്ത്രി ഉത്തരം പറയേണ്ട കാര്യം. അതിന് ഉത്തരം പറയാൻ തന്ത്രിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ തന്ത്രി അറസ്റ്റ് ചെയ്യില്ലായിരുന്നല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയതിനും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം കടത്താൻ ഒത്താശ ചെയ്തതിനുമാണ് തന്ത്രി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജലഹള്ളിയിൽ നിന്ന് കണ്ഠരര് രാജീവര് കൊണ്ടുവന്നെങ്കിൽ 2019 അയാൾ ഒരു കള്ളം ചെയ്തതിന് ഇയാൾ എങ്ങനെയാണ് ഉത്തരവാദിയാവുന്നത്? എന്തെങ്കിലും ലോജിക്. 2007 കൊണ്ടുവന്നതിനല്ല. 2007 കൊണ്ടുവന്നതിനല്ല. 2019 ശരി. ഒരു അഭിലാഷം, ഒരു കാര്യം, ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നതിനാണ്. തന്ത്രി എന്തെങ്കിലും ലാഭം ഉണ്ടാക്കിയ റിപ്പോർട്ടിലുണ്ടോ? എന്റെ പൊന്ന് രാഹുൽ ഈശ്വർ അഡ്വക്കേറ്റ് അല്ലേ? ഒരു കസ്റ്റഡി അപേക്ഷയിലാണോ തന്ത്രി ഉണ്ടാക്കിയ ലാഭത്തിന്റെ കണക്ക് പറയുന്നത്? കുറ്റപത്രം കൊടുക്കുമ്പോൾ അറിയാം.
മാതൃഭൂമിയുടെ റിപ്പോർട്ടർ പറയുന്നുണ്ടായിരുന്നു അത് കുറ്റപത്രം കൊടുക്കുമ്പോൾ അറിയാം. റിമാൻഡ് റിപ്പോർട്ടിൽ ഇല്ലാന്ന് മാതൃഭൂമിയുടെ റിപ്പോർട്ടർ പറയുന്നുണ്ടായിരുന്നു. അല്ലല്ല, അത് നമുക്ക് ചാർജ് കൊടുക്കുമ്പോൾ അറിയാം. റിമാൻഡ് റിപ്പോർട്ടിലാണോ അന്യായമായ ലാഭം ഉണ്ടാക്കിയ കാര്യമൊക്കെ എഴുതി വെക്കുക. അന്വേഷണം തുടങ്ങിയല്ലേ ഉള്ളൂ. അപ്പൊ ഇത്രയും ഫ്രിവലസ് കേസിൽ എന്തിനാ അറസ്റ്റ് ചെയ്തത്? ഇത്തരം ഫ്രിവലസ് കേസിൽ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഇതിപ്പോ അമ്മാവനെ അറസ്റ്റ് ചെയ്യുമ്പോ ഇങ്ങനെ പൊള്ളിയാൽ എങ്ങനെ ശരിയാവും? ഇത്രയും നാൾ അറസ്റ്റ് സത്യസന്ധമായി ഇത്രയും നാൾ ഈ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അന്വേഷണ സംഘത്തിന്. ഇത്രയും നാൾ അന്വേഷണ സംഘത്തിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. ഇത്രയും നാൾ കോടതിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. ഇത്രയും നാൾ ശരിയായ ദിശയിലായിരുന്നല്ലോ അന്വേഷണം. വളഞ്ഞ വഴിയാണ് എന്ന് കാണുന്നവർക്ക് മനസ്സിലാകും. എവിടെ വളഞ്ഞ വഴി? എന്ത് വളഞ്ഞ വഴി? ദേവന്റെ അനുമതി മേടിക്കാത്തതിനാണ് തന്ത്രിയെ അറസ്റ്റ് അല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഗൂഢാലോചന നടത്തി സ്വർണ്ണം കൊണ്ടുപോകാൻ കൂടുന്നതിനാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത്. ആഗ്രഹമുണ്ട്. തന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണം എടുത്തു കൊടുത്തതിനാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഗൂഢാലോചന നടത്തി ബോർഡിന് നഷ്ടമുണ്ടാക്കിയതിനാണ്. ശബരിമലയ്ക്ക് നഷ്ടമുണ്ടാക്കിയതിനാണ്. എന്തോ അഭിലാഷേ പറയണേ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്ത്രിയാണോ സ്വർണ്ണം എടുത്തു കൊടുക്കുന്നത്? ദേവസ്വം ബോർഡല്ലേ തന്ത്രി പ്രൊസീജിയറിന്റെ ഭാഗമായി തന്ത്രി അവിടെ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് നടക്കുമായിരുന്നില്ല. തന്ത്രിയുടെ അനുജ്ഞയോടുകൂടി, തന്ത്രിയുടെ ഒപ്പോടുകൂടി, തന്ത്രിയല്ലേ മഹസറിന്റെ താഴെ ഒപ്പിട്ടിരിക്കുന്നത്. തന്ത്രിയല്ലേ ഒപ്പിടുന്നത്. ദേവനൊന്നും ഒപ്പിടാൻ പറ്റില്ലല്ലോ. ഇല്ല, അനുമതി ദേവൻ കൊടുക്കും. അതൊരു പ്രൊസീജിയർ ആണ്. ദേവസ്വം ബോർഡുകാര് തന്ത്രിക്ക് റിക്വസ്റ്റ് കൊടുത്താൽ തന്ത്രിക്ക് വേണ്ടെന്ന് പറയാൻ പറ്റും. എന്തായാലും അയ്യപ്പനൊന്നും ഒപ്പിടാൻ പറ്റില്ലല്ലോ. ശരിക്കും ഒരു ഉൾക്കുത്ത് തോന്നുന്നില്ലേ? അഭിലാഷിന് ശരിക്കും ഉള്ള ഒരു ഉൾക്കുത്ത് തോന്നുന്നില്ലേ? കാര്യത്തിന് ശബരിമല അയ്യപ്പന്റെ കൊണ്ടുപോയ ആളുകളെ ന്യായീകരിക്കുന്നത് രാഹുൽ ഈശ്വറെ താങ്കൾക്കാണ് ന്യായീകരിക്കുന്നത്. വിശ്വാസിയാണെങ്കിൽ താങ്കൾക്കാണ് തോന്നേണ്ടത്. വിശ്വാസിയാണെങ്കിൽ താങ്കൾക്കാണ് ആ ഉൾക്കുത്ത് തോന്നേണ്ടത്. റിക്വസ്റ്റ് മാത്രമാണ് ഒരു അയ്യപ്പ ഭക്തന്റെ നിലയിൽ ഹൈക്കോടതിയോട്. അയ്യപ്പ ഭക്തന് കൂറുണ്ടാവേണ്ടത് രാഹുൽ ഈശ്വരെ അയ്യപ്പനോടാണ്. അയ്യപ്പ ഭക്തനാണെങ്കിൽ അയ്യപ്പ ഭക്തന് ഭക്തിയും കൂറും വിശ്വാസവും ഉണ്ടാവേണ്ടത് അയ്യപ്പനോടാണ്. ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടണം. കരിവാരി തേക്കുകയാണ് കോടതി. നമ്മൾ പറഞ്ഞിട്ട് വേണ്ടല്ലോ ഇടപെടാൻ. പ്രതീക്ഷ നമുക്ക് രാഹുൽ ഈശ്വർ വിശ്വാസിയാണെങ്കിൽ കൂറും വിശ്വസ്തതയും ഒക്കെ പുലർത്തേണ്ടത് അയ്യപ്പനോടാണ്. നോക്കൂ, അയ്യപ്പനോട് വിശ്വാസം കൊണ്ടാ പറയുന്നത്. നാളെ കോടതി തന്ത്രിക്കെതിരെ പരാമർശം വന്നാൽ ഞങ്ങൾ പരസ്യമായി തള്ളിപ്പറയും. നാളെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ജസ്റ്റിസ് രാജാ വിജയരാഘവനോ ജസ്റ്റിസ് ജയകുമാർ സാറോ, അവരാണല്ലോ പരാതിക്കാർ, ശബരിമല തന്ത്രിക്കെതിരെ നിലപാടെടുക്കുകയാണെങ്കിൽ ഞങ്ങളടക്കം പരസ്യമായി തള്ളിപ്പറയും. വിഴുങ്ങാൻ തയ്യാറായിക്കോണം.